തിരുവനന്തപുരത്തെ മേയർ സ്ഥാനാർത്ഥിയിൽ സസ്പെൻസ് വിടാതെ BJP. VV രാജേഷ്, R ശ്രീലേഖ എന്നിവരുടെ പേരുകൾക്കാണ് മുൻതൂക്കമെങ്കിലും പ്രാദേശിക നേതാക്കൾ കൂടി പരിഗണനയിലുണ്ട് എന്നാണ് വിവരം. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ പ്രകടനം ചർച്ച ചെയ്യാൻ BJP സംസ്ഥാന നേതൃയോഗം ഇന്ന് കണ്ണൂരിൽ ചേരും. നിയമസഭാ മുന്നൊരുക്കങ്ങളും ചർച്ചയായേക്കും. മേയർ സ്ഥാനത്തേക്ക് മത്സരിക്കാനാണ് CPIM-ന്റെയും UDF-ന്റെയും തീരുമാനം. തിരുവനന്തപുരത്ത് നിന്ന് ഹാൻസ് ജോൺ ഈ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. ഹാൻസ്, ഗുഡ് മോർണിംഗ്. എന്തായാലും അവിടെ ഒറ്റ വാർഡിൻ്റെ വ്യത്യാസം മാത്രമാണുള്ളത്. അവിടെ BJPക്ക് ഭൂരിപക്ഷത്തിലേക്ക് അല്ലെങ്കിൽ ഭരണത്തിലേക്ക് എത്താൻ കഴിയുന്ന സാഹചര്യം തൽക്കാലമുണ്ട്. സ്വതന്ത്രനുമായി ധാരണയിലെത്തിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആരായിരിക്കും മേയർ എന്ന കാര്യത്തിൽ പക്ഷേ ഒരു പ്രവചനത്തിനും സാധ്യത ഇല്ലാതെ BJP കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണോ? ഹർഷൻ, ഗുഡ് മോർണിംഗ്. തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ആദ്യത്തെ BJP മേയർ ആരാകും എന്നുള്ള സസ്പെൻസ് ഇപ്പോഴും നിലനിൽക്കുകയാണ്. സജീവമായി കേൾക്കുന്നത് രണ്ട് പേരുകളാണ്. ഒന്ന് BJP മുൻ ജില്ലാ പ്രസിഡൻ്റായിട്ടുള്ള VV രാജേഷും അതിനോടൊപ്പം തന്നെ R ശ്രീലേഖയുമാണ്. പക്ഷേ ഈ VV രാജേഷിൻ്റെ കാര്യത്തിൽ രാജീവ് ചന്ദ്രശേഖറിന് ചെറിയൊരു അതൃപ്തിയുണ്ട്. VV രാജേഷിനെ BJP ജില്ലാ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റിയ സമയത്ത് ഒരു പോസ്റ്റർ വിവാദമൊക്കെ ഉണ്ടായിരുന്നു. ആ പ്രശ്നവുമായി ബന്ധപ്പെട്ട് രാജീവ് ചന്ദ്രശേഖറിന് VV രാജേഷിനോടൊരു നീരസം നിലനിൽക്കുന്നുണ്ട് എന്നാണ് പാർട്ടി വൃത്തങ്ങളിൽ നിന്ന് തന്നെ ലഭിക്കുന്ന വിവരം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് VV രാജേഷാണ് മേയർ എന്നുള്ളൊരു പ്രഖ്യാപനത്തിലേക്ക് സംസ്ഥാന നേതൃത്വം കടക്കാത്തതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഒപ്പം തന്നെ ഉയർന്നു നിൽക്കുന്ന മറ്റൊരു പേരാണ് R ശ്രീലേഖ, IPS ഉദ്യോഗസ്ഥ. പക്ഷേ R ശ്രീലേഖയെ മേയർ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ ചില ചെറിയ പ്രശ്നങ്ങളുണ്ട്. അതിലൊന്ന്, വട്ടിയൂർക്കാവ് നിയമസഭാ മണ്ഡലം കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ R ശ്രീലേഖയ്ക്ക് സംസ്ഥാന നേതൃത്വം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ R ശ്രീലേഖയെ മേയർ പദവിയിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ 4-5 മാസത്തിനുള്ളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരും. ആ ഒരു കാലഘട്ടത്തിന് ശേഷം അല്ലെങ്കിൽ ആ ഒരു സമയപരിധിയിൽ മേയറെ മാറ്റേണ്ട ഒരു സാഹചര്യം BJPക്ക് വരും. അത് മറ്റ് പ്രശ്നങ്ങൾക്ക് കാരണമാകുമോ എന്നുള്ളൊരു സംശയം BJP നേതൃത്വത്തിനുണ്ട്. ഒപ്പം തന്നെ രണ്ടാമത്തെ കാര്യം, നിലവിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഡെപ്യൂട്ടി മേയർ സ്ഥാനം വനിതാ സംവരണമാണ്. അതുകൊണ്ട് തന്നെ രണ്ട് സ്ഥാനാർത്ഥിത്വത്തിലേക്കും ഈ കീ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് 2 വനിതകൾ വരേണ്ട ഒരു സാഹചര്യമുണ്ടോ, അല്ലെങ്കിൽ അത്തരമൊരു നടപടിയിലേക്ക് BJP കടക്കുമോ എന്നുള്ള ഒരു സംശയം അവിടെ നിലനിൽക്കുന്നുണ്ട്. പിന്നീട് ഉയർന്നു കേൾക്കുന്ന അല്ലെങ്കിൽ സജീവമായി ഉള്ളൊരു പേര് കരമന അജിത്തിൻ്റെതാണ്. പ്രാദേശിക നേതാവാണ്. വലിയ രീതിയിൽ BJP പ്രവർത്തകരുടെ പിന്തുണയുള്ള ഒരു നേതാവ് കൂടിയാണ്. RSSൻ്റെ പിന്തുണയുണ്ട്. അതുകൊണ്ട് തന്നെ കരമന അജിത്ത് ആ ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥിയായിട്ട് വരുമോ അല്ലെങ്കിൽ മേയറായിട്ട് വരുമോ എന്നുള്ള ഒരു ചോദ്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. കാരണം ഇന്നലെ നടന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ BJP പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ഏറ്റവും അധികം പിന്തുണ ലഭിച്ച ഒരു നേതാവ് കൂടിയാണ് കരമന അജിത്ത്. ഈ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറയുന്നത് പോലെ ആ ഒരു സർപ്രൈസ് ഫാക്ടർ കരമന അജിത്താണോ എന്നുള്ള ചോദ്യമാണ് നിലനിൽക്കുന്നത്. എന്തായാലും ഇന്ന് BJPയുടെ സംസ്ഥാന നേതൃയോഗം കണ്ണൂരിൽ വെച്ച് നടക്കുന്നുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് ചർച്ചയെങ്കിൽ പോലും മേയർ സ്ഥാനാർത്ഥി ആരാണ് എന്നുള്ള കാര്യത്തിലും ഒരു തീരുമാനമുണ്ടാകും. അടുത്ത ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതിനോടൊപ്പം തന്നെ LDF-ഉം UDF-ഉം മേയർ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് മത്സരിക്കുന്നുമുണ്ട്. ഹർഷൻ.